അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശത്തിൽ ഇടപെട്ട് സുപ്രീംകോടതി. ജഡ്ജി ശേഖർ കുമാർ യാദവിനെ സുപ്രീംകോടതി കൊളീജിയം വിളിച്ചു വരുത്തും. ചൊവ്വാഴ്ച നേരിട്ട് കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ ഞായറാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വിശ്വഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശം. ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇഷ്ടപ്രകാരമാകും രാജ്യം പ്രവർത്തിക്കുകയെന്നാണ് ജഡ്ജി പറഞ്ഞത്. ഏകീകൃത സിവിൽ കോഡ്, ബഹുഭാര്യത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച യാദവ്, ഒരു സമുദായം കുട്ടികളെ അഹിംസയും കാരുണ്യവും സഹിഷ്ണുതയും പഠിപ്പിക്കുമ്പോൾ മറ്റൊരു സമുദായം കുട്ടികളുടെ മുന്നിലിട്ട് മൃഗങ്ങളെ കശാപ്പു ചെയ്യുകയാണെന്നും പറഞ്ഞിരുന്നു. परिवार में भी देखिए, समाज में भी देखिए, जहां पर अधिक लोग होंगे जो कहते हैं उसी को माना जाता है। लेकिन आप जबरदस्ती करेंगे आप कि नहीं साहब हम तो ये मान के चलेंगे। लेकिन मैं आपको बता दूं, ये जो जिनकी हम बात कर रहे हैं सब बुरे नहीं है, वो सब बुरे भी नहीं है। ये जो कुरीतियां या बुराइयां जो हम आपको बता रहे हैं वो भी मानते हैं बुराइयां हैं. പരിപാടിയിൽ ജഡ്ജി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ശേഖർ കുമാർ യാദവ് നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്ത് നൽകിയതിനിടയിലാണ് സുപ്രീംകോടതിയുടെ പുതിയ നീക്കം. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പ്രസംഗം വിവാദമായതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മാറ്റം വരുത്തി. പ്രധാന കേസുകൾ കേൾക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.